ജെയ്സൺ വിനോദ്, ഇതിന്റെ പടിഞ്ഞാറ് ഏതാ, തെക്ക് ഏതാ, വടക്ക് ഏതാ, എങ്ങനെ തീരുമാനിക്കും? സാധാരണക്കാർ ഒരാളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പടിഞ്ഞാറിന്റെ പ്രത്യേകത ഏതാ, തെക്കിന്റെ പ്രത്യേകത ഏതാ, വടക്കിന്റെ പ്രത്യേകത ഏതാ? സൂര്യൻ ഉദിക്കുന്നിടത്ത് കിഴക്ക്. പുതിയൊരു വിവരം ജെയ്സൺ പങ്കുവച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്ന് എന്റെ ജെയ്സ. ഇതിനകത്ത് എല്ലാം ഒരേപോലെ ഇരിക്കുന്ന നഗരിയാണ് എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചത്. കൊള്ളാം, ജെയ്സന്റെ ഒരു രാവിലത്തെ കമന്റ് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഒന്ന് ട്രോൾ ചെയ്താ. പക്ഷേ എല്ലാം നോക്കിയാലും അല്ലേ, ഡോക്ടറേറ്റ് ഉണ്ടായിട്ടും ഈ തെക്കും കിഴക്കും ഇവിടെ പൂരത്തിന്റെ രീതിയിൽ നിൽക്കുമ്പോൾ വടക്കുന്നാഥന്റെ തെക്കും വടക്കും ഈ കിഴക്കും ഒക്കെ പുതുതായിട്ട് വരുന്ന ആളുകളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ലേ എന്നാ ചോദിച്ചത്. അപ്പോ പുതുതായി വരുന്നവരെ സഹായിക്കാൻ ജെയ്സനെ പോലെയുള്ള പഴയ ആളുകൾ ഇവിടെ നമ്മുടെ ദേവസ്വം ബോർഡ് മെമ്പറുണ്ട്, നമുക്കൊപ്പം അഡ്വക്കേറ്റ് അജയനുണ്ട്. അഡ്വക്കേറ്റ് അജയൻ നമുക്കൊപ്പം ഒരു എനിക്കൊരു പൂരത്തിന്റെ എല്ലാ വിശേഷങ്ങളും അടങ്ങിയ ഇക്കുറി പൂരത്തിന്റെ ക്ഷേത്ര ദർശനം മാസിക തൃശ്ശൂർ പൂരം വർണ്ണ കാഴ്ചകളുടെയും വാദ്യവിസ്മയങ്ങളുടെയും മഹോത്സവമായിട്ടുള്ള ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ സമഗ്ര വിവരങ്ങളടങ്ങിയ ഒരു പ്രസിദ്ധീകരണമാണ് ക്ഷേത്ര ദർശനം എന്ന പേരിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസിദ്ധീകരണത്തോടനുബന്ധിച്ച് തൃശ്ശൂർ പൂരം എന്ന ഈ സമഗ്ര വിവരങ്ങൾ അടങ്ങിയ ഈ പ്രസിദ്ധീകരണം നമ്മൾ ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൃശ്ശൂർ പൂരം പ്രത്യേക പതിപ്പാണ്. 10 ക്ഷേത്രങ്ങളെ പറ്റി എഴുതിയിരിക്കുന്ന ലേഖനമുണ്ട് അല്ലേ? വിനോദേട്ടന്റെ ലേഖനമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇവിടെ വരുന്നവർക്കൊക്കെ നമ്മൾ ഇത് ലഭ്യമാക്കുന്നതാണ്. റിപ്പോർട്ടർ ടിവിയിലൂടെ ഇത് പ്രകാശനം ചെയ്യുകയാണ്. തൃശ്ശൂർ പൂരം ആ ചടങ്ങ് നമ്മൾ ഇവിടെ നടത്തുന്നു. താങ്ക് യു അജയൻ, താങ്ക് യു. അപ്പോൾ ഇത് നമ്മൾ കൈവശം വെച്ചിരിക്കും. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയാം. ഓരോ ക്ഷേത്രത്തെക്കുറിച്ചും പൂരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അതിൽ സൂക്ഷ്മമായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പൂരത്തിന്റെ വരവിനോടനുബന്ധിച്ച് വാദ്യമേളങ്ങൾ തീർക്കുന്നവർക്കും ചില പ്രത്യേകതകളുണ്ട്. പ്രമാണിമാർക്ക് ചില പ്രത്യേകതകളുണ്ട്. പ്രമാണിമാരുടെ ശൈലിക്ക് ചില പ്രത്യേകതകളുണ്ട്. ഘടകപൂരങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ഘടകപൂരങ്ങളുടെ ആ ഒരു ക്രമം ഉണ്ടല്ലോ, ആ ക്രമം തെറ്റില്ല. ആ ക്രമം അനുസരിച്ചാണ് ഘടകപൂരങ്ങൾ വരുന്നത്. ഇപ്പോൾ മണികണ്ഠനാലിലേക്ക് കണിമംഗലം ശാസ്താവ് എത്തുമ്പോൾ മറ്റ് ഘടകപൂരങ്ങൾ എപ്പോഴൊക്കെ പുറപ്പെടും, അതേക്കുറിച്ചൊക്കെ നമ്മുടെ വിനോദം. ആദ്യം എത്തുന്നത് കണിമംഗലം ശാസ്താവ്. ആ വരവ് അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തും. അതിലേ വരിക, ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് വരിക. കണിമംഗലം ശാസ്താവ് ദേവഗുരുവായ ബൃഹസ്പതി സങ്കല്പത്തിലുള്ള ദേവനാണ് കണിമംഗലം ശാസ്താവ്. വടക്കുന്നാഥനെ വരെ തൊഴില്ല. കാരണം വടക്കുന്നാഥൻ വരെ ഇത് ഗുരുവിനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുമെന്നുള്ള സങ്കല്പമുള്ളതുകൊണ്ട് അവർ തെക്കേ ഗോപുരത്തിലൂടെ അകത്ത് കടന്ന് പടിഞ്ഞാറേ ഗോപുരത്തിൽ വന്ന് ഇലഞ്ഞിത്തറയിൽ നിന്നും പാണ്ടിമേളം ആരംഭിച്ച് ശ്രീമൂലസ്ഥാനത്ത് പാണ്ടിമേളം കലാശിച്ച് അദ്ദേഹം തിരികെ കുളശ്ശേരി ക്ഷേത്രത്തിലേക്ക് പോവുക. കണിമംഗലം ശാസ്താവിനൊരു പ്രത്യേകതയുണ്ട്. മഞ്ഞും വെയിലും കൊള്ളാത്ത ശാസ്താവാണ്. മഞ്ഞ് കഴിയുന്നതോടുകൂടി വരികയും വെയിൽ തുടങ്ങുന്നതോടുകൂടി തിരിച്ചു പോവുകയും ചെയ്യുന്ന കണിമംഗലം ശാസ്താവ്. തൊട്ടു പിന്നാലെ കിഴക്കേ ഗോപുരത്തിലൂടെ പനമുക്കുംപള്ളി ശാസ്താവും ചെമ്പൂക്കാവ് ഭഗവതിയും ക്ഷേത്രത്തിലേക്ക് വരും. 2 ശാസ്താക്കളാണ്. 2 ശാസ്താക്കളും 8 ഭഗവതിമാരുമാണ്. അതാണ് ഇപ്പോൾ പൂരം സ്ത്രീ സൗഹൃദമാണെന്ന് കൂടി പറയാം നമുക്ക്. കാരണം 8 ഭഗവതിമാരാ, 2 പേരാ ശാസ്താക്കന്മാരുള്ളൂ. അപ്പോൾ പൂരനഗരിയിൽ വരുന്ന എല്ലാ സ്ത്രീകളും സുരക്ഷിതരാണ് എന്നൊരു കാര്യം കൂടി നമ്മൾ പ്രേക്ഷകരെ അറിയിക്കട്ടെ. അതുകൊണ്ട് ഇനി ഒറ്റയ്ക്കാണെന്ന് കരുതി നിങ്ങൾ പൂരം കാണാതിരിക്കേണ്ട. നിങ്ങൾക്ക് നേരെ തൃശ്ശൂരേക്ക് വന്നോളൂ, പൂരനഗരിയിലെ കാഴ്ചകൾ കണ്ടോളൂ. പൂരത്തിന്റെ തൃശ്ശൂരിലേക്ക് പോന്നോളി എന്നുള്ളതാണ്. അപ്പൊ പൂരം നമ്മൾ അങ്ങോട്ട് തുടങ്ങി. അപ്പൊ ഗഡികൾ എല്ലാവരും ഇങ്ങോട്ട് പോന്നോളുക.